ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് നമുക്ക് സീതയെ ആകർഷിച്ചു കൊണ്ടുപോയ സ്വർണ്ണമാനിലേക്ക് തിരിഞ്ഞു നോക്കാം. ആ സ്വർണ്ണമാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ പഠിപ്പിക്കണം? ആദ്യം ശൂർപ്പണഖ വരും, രാമലക്ഷ്മണന്മാരെ പ്രലോഭിപ്പിക്കാൻ. അടുത്തത് സ്വർണ്ണമാൻ വരികയാണ്, ആരെ ഇളക്കാൻ? സീതയെ ഇളക്കാൻ. ശൂർപ്പണഖ വന്നതും ഒരു സ്ത്രീയല്ലേ പറഞ്ഞിട്ട് രാമലക്ഷ്മണന്മാര് കൊന്നില്ലേ, പക്ഷെ വളർന്നിട്ട് അംഗവിച്ഛേദം നടത്തിയിട്ട് വിട്ടു. അപ്പോൾ മൂക്കും മാറിടം എല്ലാം മുറിഞ്ഞ് ദേഷ്യത്തോടു കൂടിയിട്ട് ശൂർപ്പണഖ നേരെ ആങ്ങളെയാണല്ലോ രാവണന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് രാവണനെ കുറച്ച് പ്രകോപിപ്പിക്കും. രാവണന്റെ അടുത്ത് എന്താ പോയി പറയണേ? നമ്മുടെ കാട്ടില് 2 കുമാരന്മാര് വന്നിരിക്കണം, അവരെ നേരിടാൻ ഇവിടെ ആരുമില്ലേ? നീ എന്തിനാ ഇവിടെ ശക്തനാണെന്ന് പറഞ്ഞിട്ടിരിക്കണേ? നീ എന്തോന്ന് രാജാവ്, നിനക്ക് എന്ത് കപ്പാസിറ്റി ഉള്ളേ? അവര് കണ്ടില്ലേ നിന്റെ പെങ്ങളായ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ച് വിട്ടത്, നിനക്കിതിന് പകരം ചോദിക്കണ്ടേ? അത് മാത്രമല്ല, അവരുടെ കൂടെ ഒരു സുന്ദരിയായ സ്ത്രീയുണ്ട്, നീ ഒന്ന് പോയി നോക്ക്, നിനക്ക് കണ്ടാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അടുത്തമ്പ് ഇങ്ങനെ ഇളക്കി വിടും. അപ്പോഴേക്ക് രാവണന് ഉള്ളില് ആവേശം വരും. നല്ല സുന്ദരിയായ ഒരു പെണ്ണുണ്ട് എന്നും കൂടെ പറഞ്ഞപ്പോഴേക്കും എന്തായി? കൂടുതൽ ഇളകാൻ തുടങ്ങി. അങ്ങനെ രാവണൻ മാരീചനെ സമീപിക്കും. ഒരു കാര്യം ചെയ്യും, കാരണം മാരീചൻ മായാവിയാണ്, എല്ലാ മായാവി ലീലകളും ചെയ്യാൻ അറിയുന്ന ആളാണ്. അപ്പം മാരീചൻ പറയും, ഇല്ല, രാമബാണത്തിന്റെ ശക്തി എനിക്കറിയാം. കാരണം എന്താ, പണ്ട് വിശ്വാമിത്രന് യാഗത്തില് വിഘ്നം ഉണ്ടാക്കാൻ പോയ സമയത്ത് ഈ മാരീചനെ തുരത്തിയതാണ് രാമൻ, ബാണം ഏൽപ്പിച്ചിട്ട്. അതുകൊണ്ട് മാരീചൻ അനുഭവിയാണ്, രാമന്റെ ബാണത്തിന്റെ പവർ നന്നായിട്ട് അറിയാം. പക്ഷെ രാവണൻ വിടില്ല. അവസാനം രാവണൻ എന്ത് പറയും? ഒന്നീ നിന്നെ ഞാൻ കൊല്ലും, ഞാൻ പറയണ പോലെ നീ ചെയ്തില്ലെങ്കിൽ. നീ ഒരു വേഷം മാറ്, ഒരു സ്വർണ്ണമാനായിട്ട് മാറ്, എന്നിട്ട് സീതയുടെ അടുത്തേക്ക് പോകും, ആ കുടിലിന്റെ ചുറ്റും പോയിട്ട് കളിക്കുക. മാരീചൻ ആവുന്നത്ര പറഞ്ഞു നോക്കി, ഇത് നമ്മുടെ രാക്ഷസ വംശത്തിന്റെ മുഴുവൻ നാശത്തിന് കാരണമാകും, രാവണ വേണ്ട, അവരുടെ അടുത്ത് പോണ്ട, കളിക്കണ്ട എന്നൊക്കെ പറയും. പക്ഷെ രാവണൻ സമ്മതിക്കില്ല. അവസാനം രാവണൻ എന്താ പറയണെന്നറിയോ? ഞാനൊക്കെ കേട്ടു, അവൻ വന്നിരിക്കണ എന്നെ വധിക്കാനാണ്. എന്നാ അങ്ങനെയാണ് വിധിയെങ്കിൽ കർമ്മഫലത്തെ തടയാൻ ആർക്കും കഴിയില്ലല്ലോ, എന്നാ എന്നെ ഒന്ന് വധിക്കട്ടെ. രാവണന്റെ ഉള്ളിൽ ആ ചിന്തയും വരുന്നുണ്ട്. അവസാനം മാരീചന്റെ ഉള്ളിൽ എന്താ തോന്നണേ? ഈ രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാളും നല്ലത് രാമബാണമേറ്റ് മരിച്ച എനിക്ക് മോക്ഷമെങ്കിലും കിട്ടുമല്ലോ, രാമനല്ലേ. അപ്പം അതുകൊണ്ട് ഇവന്റെ കൈ കൊണ്ട് മരിക്കുന്നതിനേക്കാളും നല്ലത് രാമബാണമേറ്റ് മരിക്കാം. അതിന് വേണ്ടിയിട്ട് രാവണൻ പറഞ്ഞതുപോലെ സ്വർണ്ണമാനായിട്ട് മാറി നേരെ എവിടേക്ക് പോവും? സീതയും രാമലക്ഷ്മണന്മാരും താമസിക്കുന്ന കുടലിന്റെ ചുറ്റും പോയിട്ട് കടന്ന് തുള്ളിക്കളിക്കും. സ്വർണ്ണമാനാണ്, സ്വർണ്ണ നിറത്തിൽ നല്ല ആകർഷിക്കുന്ന പുള്ളിയുള്ള മാനാണ്. അത് കിടന്ന് തുള്ളിച്ചാടുന്ന കണ്ടപ്പോഴേക്കും സീതയ്ക്ക് ഒരാകർഷണം. അപ്പോൾ സീതാരാമന്റെ അടുത്ത് പറയും, എനിക്ക് അതിനെ ഓമനിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ ഒന്ന് പിടിച്ചു കൊണ്ടുവന്ന് തരൂ. അതിങ്ങോട്ട് ചാടി വരും, അങ്ങോട്ട് പോകും, അങ്ങോട്ട് ചാടും, അങ്ങോട്ട് പോകും, എന്നിട്ട് കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ രാമൻ പറയും, വേണ്ട, അത് വേണ്ട സീത. പക്ഷെ സമ്മതിക്കില്ല. സീതയ്ക്ക് വീണ്ടും ആകർഷണം. രാമനാണ് വേണ്ട പറഞ്ഞേ, അറിയാം രാമന്റെ ശക്തി എത്രയുണ്ട്. രാമൻ വേണ്ടാന്ന് പറഞ്ഞൊരു കാര്യം വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലതെന്നുള്ള സദ്ബുദ്ധി ആ സമയത്ത് പ്രവർത്തിക്കണില്ല സീതയ്ക്ക്. കാരണം പറയാറില്ലേ, നാശത്തിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ ആരൊക്കെ തടസ്സം ചെയ്താലും കുഴിയിലേക്ക് വീഴാൻ സമയമായെങ്കിൽ എന്ത് ചെയ്യും? ആ കുഴിയിൽ പോയി വീഴാനുള്ള പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ സീതയും ആവുന്നത്ര രാമൻ വിലക്കി. അപ്പോഴേക്ക് രാമനെ തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ, കാട്ടിൽ ഞാൻ നിങ്ങളുടെ കൂടെ വന്നില്ലേ, എന്നിട്ട് നിങ്ങൾ
എന്നോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? സാധാരണ നമ്മളും അങ്ങനെയല്ലേ പൊതുവെ ഫാമിലിയിലെ. ഭർത്താവിനോടൊരു കാര്യം ആവശ്യപ്പെട്ടു, അല്ലെ ഒരു സാരി വാങ്ങിത്തരണം, അല്ലെങ്കിൽ മാല വാങ്ങിത്തരണം, എന്താണോ പരസ്യത്തിൽ കാണുന്നത് അതെല്ലാം നമുക്ക് വേണമല്ലോ. മെജോറിറ്റി കുടുംബങ്ങളിലും ഇന്നത്തെ സമസ്യ അത് തന്നെയാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികള്, അമ്മമാര്, ഭാര്യമാര്, പെങ്ങന്മാര്, മക്കളെ കൊണ്ടുള്ള കൂടുതൽ സമസ്യ അതാണ്. അത് ഇന്നത്തെ കാലത്ത് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമൊന്നുമില്ല. എന്ത് പരസ്യത്തിൽ കാണുന്നോ, അല്ലെങ്കിൽ സിനിമയിൽ കാണുന്നോ, സീരിയലിൽ കാണുന്നോ, അതെല്ലാം നമുക്കും വേണം. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് ആ കപ്പാസിറ്റി ഉണ്ടോ, എൻ്റെ വീട്ടിൽ ആ വരുമാനം ഉണ്ടോ, അല്ലെങ്കിൽ ഈ കാണുന്ന സാധനം എനിക്ക് ആവശ്യമുള്ളതാണോ? സിനിമയിൽ, സീരിയലിൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അത് ഇട്ട് കാണുന്ന സമയത്ത് അവർക്കത് സിനിമയിൽ അഭിനയിക്കാൻ വേണം, സീരിയലിൽ അഭിനയിക്കാൻ വേണം. കാരണം കളർഫുൾ ആണെങ്കിൽ മാത്രമേ എല്ലാവരും കാണുള്ളൂ. അങ്ങനെ ആകർഷണീയമാക്കണം. ഒരു സിനിമ എടുക്കുന്ന ആൾക്ക്, സീരിയൽ എടുക്കുന്ന ആളുടെ ലക്ഷ്യം അതാണ്. മാക്സിമം ആൾക്കാരെ ആകർഷിക്കണം. അതിന് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ഞാനൊരു വസ്ത്രം ധരിക്കണേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഭരണം ഇടുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാനാണോ, അതോ നമ്മുടെ മനം മറയ്ക്കാനാണോ? ശരീരം മറയ്ക്കാനാണ് നമുക്ക് വസ്ത്രത്തിന്റെ ആവശ്യം. ശരി, കഴുത്തും കാതും ഒഴിഞ്ഞു കിടക്കേണ്ട പെൺകുട്ടികളാവുമ്പോൾ എന്തെങ്കിലും ഒരു ആഭരണം വേണം. നമുക്ക് ആവശ്യം ഏതാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമുക്ക് ഇന്ന് ആവശ്യങ്ങളല്ല. ഗാന്ധിജി പറയാറുണ്ടല്ലോ, നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം ഇവിടുന്ന് കിട്ടും, പക്ഷെ നിങ്ങളുടെ ആർത്തിക്കുള്ളത് ഒരു പക്ഷെ കിട്ടണം എന്നില്ല. പക്ഷെ നമുക്കിന്ന് ആർത്തിയുമാണ് ആകർഷണവുമാണ്, രണ്ടുമുണ്ട്. കാണുന്നതൊക്കെ വേണം. കടകളിൽ എന്തെങ്കിലും സാധനം തൂങ്ങിക്കിടന്നാൽ അതൊക്കെ വേണം. അതെനിക്ക് ആവശ്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കില്ല. ഇപ്പൊ ഒരു കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ നോക്കൂ, ഇപ്പോൾ അച്ഛനും അമ്മയും മക്കളും കൂടെ ഒരു കടയിൽ ഷോപ്പിങ്ങിന് പോവുക, ബിഗ് ബസാറിൽ പോയി എന്നിരിക്കട്ടെ, അവിടെ എന്തൊക്കെ കാണുന്നോ കാണുന്നതിലേക്കൊക്കെ നമ്മുടെ കണ്ണു പോവും. നോക്കണ്ട എന്നുള്ളതല്ല, നോക്കുക, വിലയിരുത്തുക, ഇതിൽ എൻ്റെ വീട്ടിലേക്ക് എന്താ ആവശ്യം, ആവശ്യമുള്ള സാധനം പർച്ചേസ് ചെയ്യുക. എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ കളർ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലേറ്റാ, അല്ലെങ്കിൽ ഈ ബക്കറ്റിന് നല്ല ഭംഗിയുണ്ട്, നല്ല നിറമുണ്ട്, ഇത് കാണുമ്പോൾ നന്നായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അത് ആവശ്യമുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. കാരണം ആ സാധനം, അത് ഒരു ഡ്രസ്സാകട്ടെ അല്ലെങ്കിൽ ഒരു സാധനമാകട്ടെ, നമ്മളത് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിന്റെ പിന്നാലെ പോകേണ്ടത് പൈസയാണ്. അത് നമ്മുടെ കയ്യിലുണ്ടോന്ന് ആദ്യം നമുക്ക്, പൈസ ഉണ്ടോ എന്നുള്ളത് മാത്രമല്ല, പൈസ ഇതിന് ചെലവാക്കേണ്ടതുണ്ടോ ഇപ്പൊ. കാരണം ഈ സാധനം എനിക്ക് ആവശ്യമാണെങ്കിൽ ഇത് വാങ്ങണ്ടോ, അല്ലെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധാരണ കടകളിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ കൊണ്ടുവന്ന് നോക്കിയാൽ അതിൽ എത്ര സാധനം എനിക്ക് ആവശ്യമുള്ളതാ എൻ്റെ വീട്ടിലേക്ക്, എനിക്ക് എന്തൊക്കെ ആകർഷണം കണ്ടിട്ട് ഞാൻ വാങ്ങി വെച്ചു. ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ പോയി നോക്കും എല്ലാവരും. ഇന്ന് എല്ലാവരും പോയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ഓരോ തവണയും കടയിൽ പോയി വന്നപ്പോൾ ഞാൻ എന്തൊക്കെ സാധനം വാങ്ങിയിട്ടുണ്ട്, മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട്, അതിലെന്തൊക്കെ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും പല സാധനവും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയത് അവിടെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ടാവും വർഷങ്ങളായിട്ട്. അപ്പം അത്രയും പൈസ എന്തായിരിക്കുകയാണ്, വേസ്റ്റ് ആയിരിക്കുകയാണ്, വെറുതെ വാങ്ങി വെച്ചിരിക്കുകയാണ് ആ സാധനം. അർത്ഥം എന്താ, അത്രയും പൈസ നമ്മൾ പാഴാക്കി. ആ പൈസ ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നല്ല കാര്യം നമുക്ക് ചെയ്യാമായിരുന്നു. എന്തെല്ലാം അവശ്യ സാധനങ്ങൾ. ഇപ്പം നമുക്കറിഞ്ഞൂടെ, ചില കുട്ടികളുണ്ട് പഠിക്കാൻ നല്ല മിടുക്കരായിരിക്കും, പക്ഷെ വീട്ടിലെ ചുറ്റുപാട് ഇത്രയും മോശമായിരിക്കും, പാഠപുസ്തകം പോലും വാങ്ങി കൊടുക്കാനുണ്ടാവില്ല, മര്യാദയ്ക്ക് ഭക്ഷണം പോലും ചില കുട്ടികൾക്ക് കിട്ടണില്ല. ചില വീടുകളിൽ നോക്കൂ, വയ്യാതെ കിടക്കുന്നവർക്ക് മരുന്ന് വാങ്ങാൻ അത്യാവശ്യത്തിന് പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ നമ്മൾ എത്ര പൈസ ഇതുപോലെ അനാവശ്യമായിട്ട് നമ്മുടെ വീട്ടില് സാധനങ്ങളും സാമഗ്രികളും ഒക്കെ ആയിട്ട് വാങ്ങി കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ തന്നെ അവിടെ നിന്ന് അറിയാൻ കഴിയും നമുക്ക് ഓരോ സീതമാരുടെ ഉള്ളിലെ ആകർഷണം എത്രയാ, ആസക്തി എത്രയാ, അതിന്റെ പിന്നാലെ പോകുന്ന പൈസ എത്രയാ, ഈ പൈസ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എത്ര അധ്വാനം ഉണ്ട്. അതുകൊണ്ട് ആരുടെ അധ്വാനത്തെ നമ്മൾ എന്ത് ചെയ്യരുത്, പാഴാക്കരുത്. എല്ലാത്തിനും മൂല്യം കൊടുക്കണം. വ്യക്തികൾക്കും സാധനങ്ങൾക്കും അധ്വാനത്തിനും എല്ലാം മൂല്യം. എപ്പോഴേ നമ്മൾ മൂല്യം കൊടുക്കുള്ളൂ, നമ്മൾ നമ്മുടെ ജീവിതത്തിന് മൂല്യം കൊടുക്കുന്നവരായിരിക്കണം. മൂല്യം നമ്മുടെ ജീവിതത്തിൽ വേണം, നന്മകൾ വേണം, നല്ല ഗുണങ്ങൾ വേണം. അപ്പോഴേ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിനും മൂല്യമുള്ള ഒരു വ്യക്തി, മൂല്യാർത്ഥം വാല്യൂസ്, ജീവിതത്തിൽ സദ്ഗുണസമ്പന്നനായ ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരുടെ ജീവിതത്തിനും വില കൽപ്പിക്കുള്ളൂ. സമയവും സാധനവും എല്ലാത്തിനും വില കൽപ്പിക്കുള്ളൂ. അതാണ് സീതയ്ക്ക് പറ്റിയ അബദ്ധം. മാനിനെ കണ്ടു, ആകർഷിച്ചു, അടുത്ത എന്താ സംഭവിച്ചേ?
ആദ്യം കണ്ണ് ചതിച്ചു, അതിനുശേഷം നാവ് പഴച്ചു. രാമന്റെ അടുത്ത് പോലും തർക്കിക്കാൻ തുടങ്ങി, പിടിച്ചു കൊടുക്കണില്ല എന്ന് കണ്ടപ്പോ. നമുക്കും അത് തന്നെയല്ല സംഭവിക്കണേ. നമുക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞു വാങ്ങിച്ചുകൊണ്ട് തന്നില്ല, ഉടനെ എന്തൊക്കെയാ പറയാ, നിങ്ങളല്ലേലും അങ്ങനെ, എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാ, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടാവും, എന്തൊക്കെയാ പിന്നെ പറയണേ. യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള വാക്കുകൾ, അസഭ്യം നിറഞ്ഞ വാക്കുകൾ, പരുക്കൻ വാക്കുകൾ. അവസാനം ഇതൊക്കെ കേൾക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവർക്കറിയാൻ വേണ്ട, ഇതൊന്നും ആവശ്യമില്ല എന്ന് അറിഞ്ഞാൽ. അങ്ങനെയാണ് രാമൻ നിവർത്തിയോട് കൊണ്ട് എന്ത് ചെയ്യാണ്? ഇറങ്ങിപ്പോവാണ് അതിനെ പിടിക്കാൻ. അങ്ങനെ ആദ്യം രാമനെ അകറ്റി. രാമനെ അകറ്റിയ അർത്ഥം ധർമ്മത്തെ അകറ്റി. ധർമ്മത്തെ അകറ്റി കഴിഞ്ഞാൽ പിന്നെന്താ? നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോണേ. അതിനുശേഷം രാമൻ കണ്ടീഷൻ വെച്ചിട്ടാ പോയ, ലക്ഷ്മണ, ഏത് സാഹചര്യത്തിലും നീ സീതയെ വിട്ട് പിരിയരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. കാരണം രാമനും അറിയാം, ലക്ഷ്മണനും അറിയാം, ഇത് കാടാണ്, രാക്ഷസന്മാരുണ്ട്, പലതരത്തിലുള്ള മായകള് വരും. അവര് നേരിട്ടല്ല വരിക, മായ ലീലകള് പലതും. ഇപ്പൊ പറഞ്ഞ ശൂർപ്പണഖയെന്ന് വന്നു പോയിട്ടേ ഉള്ളൂ. സീതയ്ക്ക് അതെങ്കിലും ചിന്തിക്കാമായിരുന്നു, ഒരു രാക്ഷസി ഇപ്പൊ വന്നു പോയിട്ടേ ഉള്ളൂ, അംഗവിച്ച് നടത്തിയിട്ടാ വിട്ടിരിക്കണേ, അപ്പൊ ഇതിന്റെ ഫലം ഏതെങ്കിലും രൂപത്തില് വരും. ഇത്രയൊക്കെ ചിന്തിക്കാനുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? ഈ മണ്ണിനെ കണ്ടിട്ട് ഇത്ര ആകർഷണം വരില്ല. ഇതും രാക്ഷസന്മാരുടെ എന്തെങ്കിലും ഒരു കളി ആയിരിക്കും എന്നുള്ള അറ്റ്ലീസ്റ്റ് ചിന്തിക്കാനുള്ള കഴിവ്, തിരിച്ചറിയാനുള്ള കഴിവ് അവർക്ക് ശക്തിയില്ലാതെ പോയി. അതാ സംഭവിച്ചത്. അവസാനം നോക്കൂ, ലക്ഷ്മണൻ കൂടെയുണ്ട്. അപ്പോഴേക്ക് ഈ മാന് രാമനെ ഓടിച്ചോടിച്ചോടിച്ച് ദൂരെ കൊണ്ടു, വളരെ ദൂരം കൊണ്ടു. അവസാനം രാമനെ പിടിക്കാൻ വേണ്ടിയിട്ട് ബാണയും. അപ്പോഴേക്ക് ഈ മരീചൻ എന്ത് ചെയ്യും? അടുത്ത കളി കളിക്കും. അയ്യോ ലക്ഷ്മണ, ഈ അസുരൻ എന്നെ കൊല്ലുന്നേ, ഓടി വരൂ, എന്നെ രക്ഷിക്കൂ. രാമന്റെ ശബ്ദത്തില് കരയും. അത് കേൾക്കുമ്പോ സീത ഒരൊറ്റ ചാട്ടാണ്. അയ്യോ, രാമൻ എന്തോ അപകടം പടഞ്ഞു, വേഗം പോ, വേഗം പോ. ലക്ഷ്മണൻ പറയും, ഏട്ടത്തി വിഷമിക്കണ്ട, ദേവി കുലുങ്ങണ്ട, രാമനാണ്, രാമനൊന്നും സംഭവിക്കില്ല. ഏട്ടത്തിക്ക് വിശ്വാസമില്ല രാമന്റെ മേലെ, രാമന്റെ ശക്തികളുടെ മേലെ. ഞാൻ പോയിട്ട് വേണോ രാമനെ രക്ഷിക്കാൻ? എന്നെ രക്ഷിക്കേണ്ട ആളാണ് രാമൻ, ദേവിയെ രക്ഷിക്കേണ്ട ആളാണ് രാമൻ. രാമനൊന്നും സംഭവിക്കില്ല. പക്ഷെ എന്ത് പറഞ്ഞിട്ടും സീത കേൾക്കില്ല. അപ്പോഴേക്ക് കുറച്ചുകൂടെ ദേഷ്യം. രാമൻ ചത്തിട്ട് വേണമല്ലേ നിനക്ക് എന്നെ സ്വന്താക്കാൻ, അതിനല്ലേ നീ പോകാത്തത്? അപ്പൊ നീ ഇത്ര കാലം അഭിനയിച്ച സ്നേഹമൊക്കെ വെറുതെയാണല്ലേ ഏട്ടനോട്? രാമനെ ഇളക്കുന്ന തരത്തില്, പ്രകോപിപ്പിക്കുന്ന തരത്തില് വളരെ അസഭ്യ വാക്കുകള് പറയും. ഒരു കുലസ്ത്രീക്ക് യോജിക്കാത്ത പരുക്കൻ വാക്കുകള് വായിൽ നിന്ന് വീഴും. അടുത്തത് നാവ് ചതിക്കുക, കണ്ണിന്റെ ചതി. രാമനെ അകറ്റി, പിന്നെ നാവ് കൊണ്ട് ചതിക്കാൻ വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ് 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 അവസാനം ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പം ലക്ഷ്മണന് അവിടെ വിട്ടു പോകേണ്ട. അത്ര കടുത്ത വാക്കുകളാണ്, ആക്ഷേപ വാക്കുകൾ ചൊരിയാണ്. സംരക്ഷിക്കാൻ നിൽക്കുന്ന ആള് ആ ആളെയാണ് എന്ത് ചെയ്യണേ? ആക്ഷേപ വാക്കുകൾ ചൊരിയണം. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നോക്കണം, നമ്മളെ സംരക്ഷിക്കുന്നവർ, നമ്മുടെ അച്ഛനാകട്ടെ, നമ്മുടെ അമ്മയാകട്ടെ, നമ്മുടെ പതിയാകട്ടെ, പത്നിയാകട്ടെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷകരാ. അല്ലാതെ പതി പത്നിയെ സംരക്ഷിക്കുന്നു, പത്നി പതിയെ, അങ്ങനെയല്ല. എല്ലാവർക്കും നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആവശ്യ കൊടുക്കൽ വാങ്ങലുണ്ട്. അപ്പൊ പതിക്ക് പത്നിയെ തീർച്ചയായിട്ടും ചില സന്ദർഭങ്ങളിൽ സംരക്ഷിക്കേണ്ടി വരും, അതേപോലെ തിരിച്ചു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും നമ്മൾ സ്നേഹവും പരിപാലനകളും സഹകരണങ്ങളും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരാ. അപ്പൊ ഒരു സിറ്റുവേഷൻ വീട്ടിൽ വരുമ്പോ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നതിന്റെ പേരിൽ നമ്മൾ നാവ് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്? ആക്ഷേപ വാക്കുകള്, പരുക്കൻ വാക്കുകൾ, അതുവരെ കണ്ടിട്ടില്ലാത്ത ആരോ ഒന്നും മാതിരി പെരുമാറരുത്. നമുക്കുള്ളില് ദേഷ്യം വന്നു എന്ന് പറഞ്ഞിട്ട് വായി വരുന്ന എന്തും പറയാ. നിയന്ത്രണം ഇല്ലാത്ത വണ്ടി പോലെ നമ്മൾ പോയി ഇടിച്ച് തകരും. അതാണ് സീതയ്ക്ക് പറ്റിയത്. രക്ഷിക്കാൻ നിന്ന കൈകളാ അതിനെ ശിക്ഷിച്ചിട്ട് വിടുകയാണ്. അതിനെ മറ്റേ രാമനെ അകറ്റി ആദ്യം, അടുത്തത് ലക്ഷ്മണനെ അകറ്റിയാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ അമ്മയോട് എങ്ങനെയാ സംസാരിക്കാറില്ല?
നമ്മുടെ അച്ഛനോട് എങ്ങനെ സംസാരിക്കുക, ദേഷ്യം വരുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറാറില്ലേ, നമ്മൾ എങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കണം, ഇതെല്ലാം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ദേഷ്യം 1 മിനിറ്റിന്റെ കാര്യമാണ്, പക്ഷെ ബന്ധങ്ങള് ജീവിതം മുഴുവൻ ഉള്ളതാ. അച്ഛൻ എന്നും അച്ഛനാ, അമ്മ എന്നും അമ്മയാ, ഭാര്യ എന്നും ഭാര്യ തന്നെയാണ്, ഭർത്താവ് എന്നും ഭർത്താവ് തന്നെയാ. ജീവിതകാലം മുഴുവൻ അവരുടെ കൂടെ ജീവിക്കേണ്ടതാ, നാളെയും കാണേണ്ടതാ, ജീവിത അവസാനം വരെ ഒരുമിച്ചിരിക്കേണ്ടതാ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോകേണ്ടതാ. പക്ഷെ നമ്മള് ദേഷ്യം വന്നിട്ട് പറയുന്ന വാക്കുകൾ കൊണ്ട് എന്താ സംഭവിക്കണേ? അല്ല, മനസ്സുകൾക്കിടയിൽ ഇത്രയും വിടവുണ്ടാക്കുക. ശരി, കൈകൊണ്ടുള്ള ക്രിയകളൊന്നും ചെയ്തില്ല. ചിലർക്ക് ദേഷ്യം വന്നിട്ട് നാവ് ക്രിയ മാത്രമല്ല, പിന്നെ കൈക്രിയയും കൂടെ തുടങ്ങുമല്ലോ. കൈകൊണ്ട് തല്ലിയ ദേഹത്തിനെ വേദനിക്കുള്ളൂ, പക്ഷെ നാവ് കൊണ്ടുള്ള തല്ലല് വേദനിപ്പിക്കുന്നത്, മുറിയിക്കുന്നത് ഹൃദയങ്ങളെയാണ്, മനസ്സുകളെയാണ്. ഹൃദയത്തെ തകർക്കുകയാണ്. ഹൃദയബന്ധം, സ്നേഹബന്ധം ഉള്ളുകൊണ്ട് വിടവുകൾ നമ്മൾ ഉണ്ടാക്കുക, ചതവുകൾ ഉണ്ടാക്കുക നമ്മുടെ ബന്ധങ്ങളിൽ. വലിയ ഫ്രാക്ചറുകളാ. ശരീരത്തിലെ ഫ്രാക്ചർ ബാൻഡേജ് ഇട്ട് നമുക്ക് മാറ്റാം, പക്ഷെ മനസ്സിലുണ്ടാക്കുന്ന മുറിവുകളും ചതവുകളും ഒന്നും അത്ര വേഗം ഈ ഫ്രാക്ചർ നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയില്ല ഞാൻ മരിച്ചാലും മറക്കില്ല. എൻ്റെ അർത്ഥം എന്താ? അത്ര ആഴമേറിയ മുറിവുകളാണ്, ചതവുകളാണ്, ഒടിവുകളാണ്. അപ്പൊ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മ വരും. എന്നാലും എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് വീഴരുത് എന്നർത്ഥം. പിന്നെയും ലക്ഷ്മണനെ അകറ്റാണ്. പക്ഷെ ലക്ഷ്മണൻ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ഒരു രേഖ വരച്ചു കൊടുത്തു, ഒരു വൃത്തം കുടലിന് ചുറ്റും. ഏട്ടത്തി ഒരിക്കലും എന്ത് ചെയ്യരുത്? ഈ രേഖ വിട്ടിട്ട് പുറത്തേക്ക് വരരുതേ. കാരണം ആ രേഖ സംരക്ഷണ രേഖയായിരുന്നു, സംരക്ഷണമാണതില്. പക്ഷേ ലക്ഷ്മണൻ പോയി. എന്ത് സംഭവിച്ചു? ലക്ഷ്മണൻ പോയതും രാവണൻ വേഷം മാറി ഒരു സന്യാസിയുടെ രൂപത്തിൽ വരും, ദാനം ചോദിച്ചിട്ട്. അപ്പൊ സീതയ്ക്ക് ഓർമ്മയുണ്ട്, ഇതിന്ന് പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മണൻ. ഇതിന്റെ ഉള്ളിലെ സംരക്ഷണം ഉള്ളു ഭവതിക്ക്. മാക്സിമം പറയും രാവണനോട് ഉള്ളിലേക്ക് വരാൻ. രാവണൻ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കും, പക്ഷെ ഈ രേഖയുടെ അടുത്ത് പോയാൽ പറ്റില്ല. ആ രേഖയുടെ അടുത്ത് പോകുമ്പോഴേക്കും ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല, വീണ്ടും തിരിച്ച് വെളിയിലേക്ക് വരും. അപ്പോൾ രാവണന് മനസ്സിലായി എനിക്കിതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തേ മതിയാകൂ? സീതയെ ഈ രേഖയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. അവസാനം പറയാൻ ഞാനൊരു സന്യാസിയല്ലേ, ദാനം തന്നില്ലെങ്കിൽ ഞാൻ ശപിക്കും. അത് കേട്ട് പേടിച്ചിട്ട് എന്ത് ചെയ്തു? ശപിക്കുന്ന് പറയുന്ന കേട്ടതും പുറത്തേക്ക് ചാടി വന്നു. രേഖ മുറിച്ച് കടന്നതും സന്യാസി വേഷം അങ്ങോട്ട് മാറി. ഉടനെ 10 തലയുള്ള രാവണനായി തൂക്കിയെടുത്ത് പുഷ്പവിമാനത്തിലിട്ട് കൊണ്ടുപോയി. നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കണം. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും നമ്മൾ ലക്ഷ്മണ രേഖകൾ ഒരിക്കലും തെറ്റിക്കരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ലേ? പെൺകുട്ടികളെ, അമ്മമാരെയൊക്കെ വീഴ്ത്താൻ വേണ്ടി പല രാവണന്മാരും പല വേഷത്തിലും വരും. എന്നിട്ട് പല ഭീഷണികളും മുഴക്കും. നിങ്ങളെ ഞാൻ അങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, അപമാനപ്പെടുത്തും, അല്ലെങ്കിൽ അവരോട് അങ്ങനെ പറയും, ഇവരോട് അങ്ങനെ പറയും, അല്ലെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മൾ എന്തിനാ പേടിക്കണം? നമ്മുടെ കയ്യിൽ തെറ്റില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സീതയ്ക്ക് ഭയപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ ശപിക്കുന്നു പറഞ്ഞപ്പോ. കാരണം എന്താ? സീത പരിശുദ്ധിയാണ്, സംരക്ഷണത്തിന് വലയും ഉണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ തെറ്റുണ്ടാവരുത്. അപ്പൊ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, ആരെയും പേടിക്കണ്ട. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭയപ്പെടേണ്ട. ഒരാൾ നശിച്ചു പോകും എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളാരും നശിക്കാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളെ കരിവാരി തേക്കുന്നു പറഞ്ഞാൽ തേച്ചോട്ടെ, അവര് തേച്ചതുകൊണ്ട് നമ്മുടെ ദേഹത്ത് കരിയൊന്നും ആവില്ലേ, അവര് തേച്ചിട്ട് പൊക്കോട്ടെ. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കുലുങ്ങേണ്ട ആവശ്യമില്ല. ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ചേർന്ന് നിന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ മനസാക്ഷിയില്ല. നമ്മൾ ഇവിടെ ക്ലിയർ ആണോ? അവിടെയും ക്ലിയർ ആയിരിക്കും. ഇവിടെ അവിടെയും ക്ലിയർ ആണെങ്കിൽ ഒരു ദിവസം ഈ കരിവാരി തേച്ചത് തന്നെ എല്ലാവർക്കും അറിയാം ആരാ കരിവാരി തേച്ചതെന്ന്. നമ്മുടെ മേലത്തെ കരിയാണോ അതോ വാരി തേച്ചവരുടെ മേലെയുള്ള കരിയാണോ എന്നുള്ളത് കാലം തെളിയിച്ചോളും. പറയാറില്ലേ, സത്യത്തെ തെളിയിക്കാൻ പോകേണ്ട ആവശ്യമില്ല. സത്യത്തിന്റെ ഉള്ളില് സ്വയം തെളിയാനുള്ള ശക്തി ഉണ്ട്. അവിടെ നമുക്ക് സൈലന്റ് ആയിട്ടിരിക്കേണ്ട ആവശ്യമുള്ളൂ. സീതയ്ക്ക് അത് മതിയായിരുന്നു, നിശബ്ദമായിട്ട് ഉള്ളില് ഇരുന്നാൽ മതിയായിരുന്നു, പേടിച്ച് പുറത്തു വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പെൺകുട്ടികളാണെങ്കിലും അമ്മമാരാണെങ്കിലും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും കണ്ടിട്ടില്ലേ ചെറിയ പെൺകുട്ടികൾ സ്കൂൾ കോളേജിൽ ഏറ്റവും കൂടുതൽ അബദ്ധം ഇങ്ങനെ പറ്റണേ.
ഞാൻ അത് ചെയ്യും, വീട്ടിൽ പോയി അത് പറയും, അച്ഛനോട് അത് പറയും, അല്ലെങ്കിൽ നാട്ടുകാരെയും കൊണ്ട് അങ്ങനെ പറയിപ്പിക്കും, ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ, ഇങ്ങനെയൊക്കെ കുട്ടികളെ പേടിപ്പിക്കുമ്പോഴേക്കും നമ്മളെന്തിനാ പേടിക്കണേ? അങ്ങനെ ആരെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ വേണ്ടാത്തത് പറഞ്ഞാൽ നമ്മളത് വന്നിട്ട് ഒന്നീ സ്കൂളിൽ പറയുക അല്ലെങ്കിൽ വീട്ടിൽ പറയുക, അത്രേ ആവശ്യമുള്ളൂ. നമ്മൾ അപ്പോഴേക്കും പേടിച്ചിട്ട് അവർ പറയണതൊക്കെ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യം. അപ്പോഴേക്കും ലക്ഷ്മണരേഖ ഒരിക്കലും നമ്മൾ മുറിച്ച് കടക്കാൻ പാടില്ല. ഏതാ നമ്മുടെ ലക്ഷ്മണരേഖ? സംരക്ഷണ രേഖയാണ്. എപ്പോഴും നമുക്ക് എല്ലാവർക്കും ജീവിതത്തില് സംരക്ഷണം എവിടുന്ന കിട്ടുക? സംരക്ഷണം കിട്ടുന്ന ഇതിന്ന് ജീവിതത്തിലെ ചില മര്യാദകൾ, ലക്ഷ്യത്തിലെത്താൻ ജീവിതത്തില് ചില നിയമങ്ങളും മര്യാദകളും നമുക്ക് പാലിക്കണം. ഒരു വീട്ടിലാകുമ്പോൾ ഒരു കുലമര്യാദയുണ്ട്, ഒരു സ്കൂളിലാകുമ്പോൾ അവിടെ ചില മര്യാദയുണ്ട്, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ചില മര്യാദയുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് പാലിച്ചിരിക്കേണ്ട ചില മര്യാദയുണ്ട്, ആൺപിള്ളേരാണെങ്കിൽ അവർക്ക് പാലിച്ചിരിക്കേണ്ട ചില അവശ്യ മര്യാദയുണ്ട്. ഒരു അമ്മയ്ക്ക്, ഒരു പെങ്ങൾക്ക്, ഒരു മകൾക്ക്, ഒരു സഹോദരിക്ക്, എല്ലാവർക്കും ചില മര്യാദകളുണ്ട്. ചിലത് ലോക മര്യാദകളാണ്, പ്രപഞ്ചത്തിൽ എല്ലാവർക്കും പാലിക്കേണ്ട. അപ്പൊ നോക്കൂ, വിതയ്ക്കുന്നത് കൊയ്യും, ഈ നിയമം എല്ലാവർക്കും ബാധക. അത് ആര് തന്നെയാണ്, ഈ ലോകത്തിൽ ഏത് വ്യക്തിയെ സംബന്ധിച്ചിട്ട്. അപ്പൊ ജീവിതത്തിന് ചില നിയമങ്ങളുണ്ട്, ചില മര്യാദകളുണ്ട്. ആ മൂല്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതമാകുന്ന വൃക്ഷം എന്ത് ചെയ്യുള്ളൂ? ഉറച്ചു നിൽക്കുക. അപ്പോഴേ നമ്മളൊരു മനുഷ്യനാകുള്ളൂ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഭഗവാന്റെ മുന്നിൽ ആ സങ്കല്പം എടുക്കണം. നമുക്ക് ഭൗതികമായ വളർച്ചയ്ക്കൊപ്പം ഈ രാമായണ മാസം തീർന്നാലും നമുക്ക് ഈ സത്സംഗമോ അതേപോലെ ജീവിതത്തിൻ്റെ ആത്മീയമായ ആത്മാവിലെ ശക്തികൾ ഉണർത്താനുള്ള ധ്യാനം, ജ്ഞാനം, ഇതൊന്നും നമ്മൾ കൈവിടരുത്. ഇത് നമ്മുടെ ജീവിതമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ആ സങ്കല്പം നമുക്ക് എല്ലാവർക്കും ചേർന്ന് എടുക്കാം. സീതയെ ആകർഷിച്ചത് സ്വർണ്ണമാനാണ്. സ്വർണ്ണ കളറിലുള്ള മാൻ എക്സ്ട്രാ ഓർഡിനറിയാണ്. അത് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാനുള്ള ശക്തി വേണം. ആ തിരിച്ചറിയാനുള്ള ശക്തി ഇല്ലാഞ്ഞതുകൊണ്ടാണ് സീത ആകർഷണത്തിൽപ്പെട്ട് രാക്ഷസന്റെ കയ്യിലകപ്പെട്ടത്. ഞാനും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കുകയാണ്. ഇങ്ങനെ ഏതെങ്കിലും സ്വർണ്ണമാനുകളുടെ പിടിയിൽപ്പെട്ട വസ്തുക്കൾ, വ്യക്തികൾ, വൈഭവങ്ങൾ, സ്ഥാനം, മാനം, പേര്, പ്രശസ്തി, പല സ്വർണ്ണമാനുകളാണ് മുന്നിലൂടെ കടന്നു പോകുന്നത്. പ്രലോഭനങ്ങൾ പല വഴിക്കാണ് വരുന്നത്. ചിലർ സ്ഥാനങ്ങൾ നൽകി പ്രലോഭിപ്പിക്കും, ചിലർ ധനം ഓഫർ ചെയ്ത് പ്രലോഭിപ്പിക്കും, ചില വസ്തുക്കൾ സ്വയം പ്രലോഭനം ഉണ്ടാക്കും, ചില വ്യക്തികൾ ആകർഷിക്കും. എന്തെല്ലാം ആകർഷണങ്ങളുടെ ഒരു ലോകമാണ്. കളർഫുൾ വൃക്ഷം പോലെ ആകർഷണീയമാണ് ഈ കലിയുഗീ ലോകം. ഇതുവഴിയാണ് എൻ്റെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സത്സംഗത്തിലൂടെ ഭഗവാൻ നൽകുന്ന ഈ രാമായണാമൃതം, ഈ സത്സംഗം എനിക്ക് നൽകുന്ന ലൈറ്റ് സർവശക്തിവാനിൽ നിന്ന് മൈറ്റെടുക്കാനാണ്. സത്സംഗത്തിലിരിക്കുന്ന ഈ ശീലം അവസാനിക്കാൻ പാടില്ല. ഇതെൻ്റെ ജീവിതാവസാനം വരെ നിത്യ സത്സംഗം, നിത്യേന യോഗാഭ്യാസം ചെയ്യണം. ഭഗവാനെ ഓർമ്മിച്ച് ധ്യാനത്തിലിരുന്ന് ശക്തിയെടുക്കണം. ഓം ശാന്തി.